വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പിൻസർ സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്. പിൻസർ സെർച്ച് അൽഗോരിതം യൂസസ് ബോത്ത് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് ടു അസോസിയേഷൻ റൂൾ മൈനിങ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് അപ്രോച്ചും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു അസോസിയേഷൻ റൂൾ മൈനിങ് എന്നാണ് പറയുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്തിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതമാണ്? മാക്സിമം ഫ്രീക്വൻസി സെറ്റിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് പിൻസർ സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്. മെയിൻ സെർച്ച് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് ആണെങ്കിലും ബൈ കമ്പൈനിങ് ടോപ്പ് ഡൗൺ വി ക്യാൻ ഫൈൻഡ് മാക്സിമം ഫ്രീക്വൻറ്റ് കാൻഡിഡേറ്റ് സെറ്റ്. അതായത് ബോട്ടം അപ്പ് ആണ് അവിടെ മെയിനായിട്ട് വരുന്ന സെർച്ച് എങ്കിലും ടോപ്പ് ഡൗണും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാക്സിമം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് സെറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് MFCFSനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാക്സിമം ഫ്രീക്വൻറ്റ് സെറ്റാണ്. അതായത് MFS ആണ് ഇവിടുത്തെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി പിൻസർ സെർച്ച് അൽഗോരിതത്തിൻ്റെ അൽഗോരിതം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് L0 ഈക്വൽ ടു നൾ. L0 എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻറ്റ് സെറ്റാണ്. ഇനി K ഈക്വൽ ടു 1 ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഇൻഡെക്സ് വാല്യൂ ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ലാണ്. ഇനി കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റിൽ I എഴുതിയിരിക്കുവാണ്. ഈ I എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ബിലോങ്സ് ടു 0. ഇനി MFCFS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാക്സിമം ഫ്രീക്വൻറ്റ് കാൻഡിഡേറ്റ് സെറ്റ് നമ്മൾ ആദ്യം ഒരു 10 ആയിട്ട് വെച്ചിട്ടുണ്ട്. MFS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട്. മാക്സിമം ഫ്രീക്വൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് ആദ്യമേ നള്ളായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്? കാൻഡിഡേറ്റ് സെറ്റാണ് കേട്ടോ. ഈ CK എന്ന് പറയുന്നത് CK നോട്ട് ഈക്വൽ ടു, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അതായത് സെർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറയുന്നത് ആദ്യം നള്ളാക്കി വെക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റാബേസ് റീഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ കാൻഡിഡേറ്റ് സെറ്റിൻ്റെ സപ്പോർട്ട് കൗണ്ട് ചെയ്യുകയും അങ്ങനെ MFCFS കൗണ്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? കാൻഡിഡേറ്റ് സെറ്റിൻ്റെ സപ്പോർട്ട് കൗണ്ട് ചെയ്യും. അതേപോലെ തന്നെ മാക്സിമം ഫ്രീക്വൻറ്റ് കാൻഡിഡേറ്റ് സെറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുകയും ചെയ്യുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റിനെ റിമൂവ് ചെയ്യുന്നു. എവിടെ നിന്ന്? ഈ MFCFS നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ എങ്ങോട്ട് ആഡ് ചെയ്യുന്നു? മാക്സിമം ഫ്രീക്വൻറ്റ് സെറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആറാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സെറ്റ്, അതായത് LK എന്നാണ് ഫ്രീക്വൻറ്റ് സെറ്റിനെ വിളിക്കുന്നത്. ഇൻഫ്രീക്വൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് SK. ഇവർ രണ്ടുപേരെയും ഡിറ്റർമൈൻ ചെയ്യുന്നു. ഏഴാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന SK എന്തിനെ അപ്ഡേറ്റ് ചെയ്യും? നമ്മുടെ മാക്സിമം ഫ്രീക്വൻറ്റ് കാൻഡിഡേറ്റ് സെറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. യൂസ് SK ടു അപ്ഡേറ്റ് MFCS. അത് കഴിഞ്ഞ് എട്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? പുതിയ കാൻഡിഡേറ്റ് സെറ്റ് ജനറേറ്റ് ആവുന്നു. അതാണ് CK+1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ K എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രിമെൻറ്റ് ചെയ്താണ് വരുന്നത്. K ഈക്വൽ ടു K+1. ലാസ്റ്റ് നമ്മൾ ഫൈനലി എന്താണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്? ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ടുള്ള മാക്സിമം ഫ്രീക്വൻറ്റ് സെറ്റാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇത്രയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. സിമ്പിളാണ്, അത് നോക്കി പഠിക്കുക. ഇനി ഒരു എക്സാമ്പിളും കൂടെ നോക്കണം. അതായത് എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു കസ്റ്റമർ ബാസ്ക്കറ്റ് ആണ്. അവിടെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. 5 ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അവിടെ പ്രൊഡക്ട്സ് ഉണ്ട്: ബർഗർ, കേക്ക്, ജ്യൂസ് ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ. സെക്കൻഡ് ട്രാൻസാക്ഷനിൽ ജ്യൂസ്, പൊട്ടറ്റോ. തേർഡ് ട്രാൻസാക്ഷനിൽ കേക്ക്, ബർഗർ. ഫോർത്ത് ട്രാൻസാക്ഷനിൽ ജ്യൂസും ഗ്രൗണ്ട് നട്ട്സും ആണ്. അഞ്ചാമത്തെ ട്രാൻസാക്ഷനിൽ കേക്ക്, ഗ്രൗണ്ട് നട്ട്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്? ഫ്രീക്വൻറ്റ് സെറ്റ് നള്ളാക്കി വെക്കണം. അതാണ് L0 ഈക്വൽ ടു നൾ എന്നിരിക്കുന്നത്. നമ്മുടെ K എന്ന് പറയുന്ന ആൾ എന്താക്കി വെക്കണം? ഇൻഡെക്സ് വാല്യൂ 1 ആക്കി വെക്കണം. സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. ഫസ്റ്റ് കാൻഡിഡേറ്റ് സെറ്റ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സിംഗിൾട്ടൺ ആയിട്ട് എഴുതണം. ആരൊക്കെ ഇതിലുള്ളത്? ബർഗർ ഉണ്ട്, കേക്ക് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, അതേപോലെ ഗ്രൗണ്ട് നട്ട് ഉണ്ട്. ഇതെല്ലാം ഞാൻ സിംഗിൾട്ടൺ സെറ്റായിട്ട് എഴുതിയത് കണ്ടോ? ബർഗർ, കേക്ക്, ജ്യൂസ്, പൊട്ടറ്റോ, ഗ്രൗണ്ട് നട്ട്. അതാണ് C1 വരുന്നത്. ഇനി MFCS എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെ നമ്മളൊരു സെറ്റാക്കി എഴുതുക. അതായത് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ് സെറ്റ് എല്ലാം നമ്മൾ MFCSലോട്ട് എഴുതുന്നു. അതാണ് ബർഗർ, കേക്ക്, ജ്യൂസ്, പൊട്ടറ്റോ, ഗ്രൗണ്ട് നട്ട്. MFS എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താക്കി വെക്കണമെന്നായിരുന്നു അൽഗോരിതത്തിൽ പറഞ്ഞത്? നള്ളാക്കി വെക്കണം. അതാണ് ഈ സ്റ്റെപ്പ് 1 നടക്കുന്നത്. ഇനി പാസ് 1 നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഓരോ കാൻഡിഡേറ്റ് സെറ്റിനെ നമ്മൾ കൗണ്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ഇങ്ങനെ എഴുതാൻ പാടല്ലേ. അതുകൊണ്ടാണ് ഞാൻ ബർഗറിനെ B എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. കേക്ക് C, ജ്യൂസ് J, പൊട്ടറ്റോ P, അതേപോലെ തന്നെ ഗ്രൗണ്ട് നട്ട് G. ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം എഴുതണ്ടേ. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴത്തേക്കും ലെറ്റ് ബർഗർ B എന്ന് കൊടുക്കുക, ലെറ്റ് കേക്ക് B C അങ്ങനെ എഴുതിയിട്ട് വേണം നിങ്ങളിങ്ങനെ എഴുതണം. അല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെ എഴുതരുത് കേട്ടോ.
അപ്പോൾ ബർഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്, കൗണ്ട് ചെയ്യുക. 1 2 2 പ്രാവശ്യമാണ് വരുന്നത്. കേക്ക് എത്ര പ്രാവശ്യം വരുന്നുണ്ട്, 1 2 3 പ്രാവശ്യം. ജ്യൂസോ 1 2 3 ടൈംസ് ആണ് വരുന്നത്. പൊട്ടറ്റോ 1 ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഗ്രൗണ്ട് നട്ട് 2 പ്രാവശ്യം. ഇങ്ങനെയാണ് വരുന്നത്. അവരും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഫ്രീക്വൻറ്റ് സെറ്റിൽ എന്താണ്, ഇവരെല്ലാവരും വരുന്നുണ്ട്. ഇൻഫ്രീക്വൻ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ, അതായത് പിന്നെയും വരാത്ത ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇൻഫ്രീക്വൻറ്റ് സെറ്റ് ആദ്യത്തേൽ നമ്മൾ നള്ളാക്കിയാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് C2 പോവാം. അതായത് കാൻഡിഡേറ്റ് സെറ്റിൻ്റെ C2. അതായത് ഇതിന് ഒരു കോമ്പിനേഷൻ നമ്മൾ അപ്രിയോറിയിൽ ചെയ്തില്ലേ, അതേപോലെ ഒരു കോമ്പിനേഷനാണ് നമ്മളിവിടെ C2 ഉണ്ടാക്കുന്നത്. ഇത് കണ്ട, BC BJ BP BG CJ CP CG JP JG PG. ഈ ഒരു രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതുപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ ഇനി ഓരോന്നും എടുത്ത് ഒന്നുകൂടെ പറയുന്നില്ല. അങ്ങനെ എഴുതി C2 ഒരു സിംഗിൾട്ടൺ സെറ്റിൽ ഇവരെല്ലാ ആൾക്കാരെയും എടുത്തു വയ്ക്കുക. ഇനി പാസ് 2 നമ്മൾ പെർഫോം ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മൾ പാസ് 2 ചെയ്യേണ്ടത്, പാസ് 1 ചെയ്തതുപോലെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യണം ഓരോ ആൾക്കാരെയും. അതായത് BC, അതായത് ബർഗറും കേക്കും ഒരുമിച്ച് വരുന്ന എത്ര എണ്ണം ഉണ്ട്, 1. അതേപോലെ തന്നെ ബർഗറും കേക്കും ഒരുമിച്ച് വരുന്നത് വേറെ ആരാ, രണ്ടാമത്. ഇപ്പം 2 പ്രാവശ്യമാണ് വരുന്നത്. ബർഗറും ജ്യൂസും വരുന്നതോ 1 പ്രാവശ്യം വരുന്നുണ്ട്, 1 പ്രാവശ്യമേ വരുന്നുള്ളൂ. ഇനി ബർഗറും പൊട്ടറ്റോയും വരുന്നത് ഒന്നും വരുന്നില്ല. അതായത് ഒരിടത്തും ബർഗറും പൊട്ടറ്റോ ഒരുമിച്ച് വരുന്നില്ല. ബർഗറും ഗ്രൗണ്ട് നട്ടും ഒരുമിച്ച് വരുന്നുണ്ടോ, ഇല്ല. ഇനി കേക്കും ജ്യൂസും ഒരുമിച്ച് വരുന്നുണ്ടോ, കേക്കും ജ്യൂസും ഒരുമിച്ച് അത് ഇവിടെ 1 പ്രാവശ്യം വരുന്നുണ്ട്. ഇനി കേക്കും പൊട്ടറ്റോയും വരുന്നുണ്ടോ, ഇല്ല. അതേപോലെ തന്നെ കേക്കും ഗ്രൗണ്ട് നട്ടും വരുന്നുണ്ടോ, ഉണ്ട്, 1 പ്രാവശ്യം വരുന്നുണ്ട്. ഇനി ജ്യൂസും ഗ്രൗണ്ട് നട്ടും വരുന്നുണ്ടോ, 1 പ്രാവശ്യം വരുന്നുണ്ട്. പൊട്ടറ്റോയും ഗ്രൗണ്ട് നട്ടും വരുന്നുണ്ടോ, ഇല്ല അല്ലേ. ഇത്രയും ഇങ്ങനെ കൗണ്ട് ചെയ്ത് എഴുതുക. ഇനി നമുക്ക് MFCS എടുക്കണം, അതായത് മാക്സിമം ഫ്രീക്വൻറ്റ് കാൻഡിഡേറ്റ് സെറ്റ് എടുക്കണം. ഇതിൽ ആരൊക്കെയാണ് മാക്സിമം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇവരെല്ലാവരും വരുന്നില്ലേ, ഇവരെല്ലാവരും അങ്ങ് ലിസ്റ്റ് ചെയ്യുക. ബർഗർ വരുന്നുണ്ട്, കേക്ക് വരുന്നുണ്ട്, ജ്യൂസ്, പൊട്ടറ്റോ, ഗ്രൗണ്ട് നട്ട്. ഇനി MFS എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴും ഞള്ളായിട്ട് തന്നെ ഇരിക്കുക. ഇനിയാണ് നമ്മുടെ ഫ്രീക്വൻറ്റും ഇൻഫ്രീക്വൻറ്റ് സെറ്റും വരുന്നത്. ഫ്രീക്വൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, L2. ഇതിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ, അതായത് ഒട്ടും വരാത്ത, അതായത് ഈ 0 വരുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ എങ്ങോട്ട് അസൈൻ ചെയ്യുന്നു, ഈ S2 എടുത്തിടുന്നു. അതേ ആദ്യം നിങ്ങൾ നോക്കിക്കേ, S2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള സെറ്റാണ്. അവർ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാരൊക്കെയായിരുന്നു, BP BG അതേപോലെ തന്നെ CP PG. ഇവരൊന്നും അല്ലാത്ത ബാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, അതായത് 1 2 എത്ര പ്രാവശ്യമെങ്കിലും വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, L2 ഇടണം. അതിന് ഞാൻ പറയണോ, അതായത് L2 BC വരും, BJ വരും, അതേപോലെ തന്നെ CJ വരും, പിന്നെ CG വരും, പിന്നെ JP വരും, പിന്നെ JG വരും. ഇത്ര ആൾക്കാരാണ് L2 വരുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള സെറ്റില്ലേ S2, ഈ S2നെ വെച്ചിട്ട് വേണം നമ്മൾ MFCSഉം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനിവിടെ അൽഗോരിതത്തിൽ പറഞ്ഞില്ലേ, യൂസ് SK ടു അപ്ഡേറ്റ് MFCS. ഈ SK ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇനി MFCSനെ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ. ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് വരുന്ന ആൾക്കാർ ആരാണ്, ബർഗറും പൊട്ടറ്റോ. അപ്പോൾ 4 ബർഗർ പൊട്ടറ്റോ ഇൻ S2 എന്ന് പറയുമ്പോഴത്തേക്കും MFCS എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിക്കോ, ബർഗറോ പൊട്ടറ്റോ ഏതെങ്കിലും ഒന്നേ വരാവുള്ളൂ. അതായത് ബർഗറും പൊട്ടറ്റോ ഒരുമിച്ച് വരരുത്. അല്ലാത്ത സെറ്റെല്ലാം നമ്മൾ എഴുതണം. ആദ്യം എടുക്കുന്നത് നമ്മൾ BP ആണ് എടുക്കുന്നത്. BPയിൽ നോക്കിക്കോ, BP BP ഇൻ S2 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ MFCS നോക്കണം. അതിൽ ഈ Bയും Pയും ഒരുമിച്ച് വരാത്ത ആൾക്കാരെ എല്ലാം നമുക്ക് പുതിയ MFCSൽ ആഡ് ചെയ്യാം. അതായത് Bയും Pയും ഒരുമിച്ച് വരാത്ത ഏത് സെറ്റ് വേണമെങ്കിലും എഴുതാം. ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് Bയും Pയും അല്ലേ ഒരുമിച്ച് വരണ്ടാത്തത്. അപ്പോൾ BCJG എന്നുള്ളത് എഴുതി. അതാണ് ഞാൻ ഈ ആദ്യം എഴുതിയിരിക്കണം. ഇനി ബീനെ കൂട്ടാതെയുള്ള സെറ്റില്ലേ, CJPG, ഇതും എഴുതി. ഇത്രയാണ് ഇവിടുത്തെ MFCSൽ വരുന്നത്. പൊട്ടിലിപ്പോൾ ഒന്നുമില്ല, നള്ളായിട്ട് തന്നെ ഇരിക്കുവാണ്. നമ്മൾ അടുത്തത് നോക്കേണ്ടത് BG ആണ്. ഇവിടെ പുതിയ MFCS ഏതാണ്, ഇതല്ലേ. അപ്പോൾ അവിടെ വേണം നോക്കാം. അതായത് Bയും Gയും ഒരുമിച്ച് വരരുത്. അത് അല്ലാണ്ട് എങ്ങനെ എഴുതാം, BCJ എന്നുള്ളത് എഴുതാം. പിന്നെ ഏതെഴുതാം, പിന്നെ നമുക്കിത് ഇവിടെ Bയും Gയും ഒരുമിച്ച് വരുന്നില്ല. അപ്പം നമ്മൾ എന്തെഴുതാം, CJPG എന്നുള്ളത് എഴുതാം. അപ്പോൾ ഈ 2 എണ്ണം വരുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാം
ഇങ്ങനെ എഴുതിക്കൂടെ എന്ന് CJG അതും എഴുതാം. പക്ഷേ അവിടെ ഓൾറെഡി വേറൊരാളുടെ ഇത് കണ്ട ഈ സെറ്റിൽ CJG എന്നുള്ളതുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ചെറുത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഒരു വലിയ സെറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. ഇനി ഇതിൽ നോക്കാൻ നേരത്തെ ഇത്രയും നേരം നമ്മുടെ MFS അതായത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നള്ളായിരുന്നു. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ MFCSൽ 2 സെറ്റില്ലേ, അതിൽ ഏറ്റവും ചെറിയ സെറ്റ് ഏതാണോ അതെടുത്ത് MFSലോട്ട് എഴുതണം. ഇവിടെ ഉള്ളത് ആരാണ്? BCJ. അങ്ങനെയാണ് അവിടെ അങ്ങനെ വരുന്നത്. ഇനി അടുത്ത ആളാരാണ്? CP എന്നുള്ളത്. ഫോർ CP ഇൻ S2 എന്ന് പറയുമ്പോഴത്തേക്കും ഈ MFCS വെച്ചിട്ടാണ് നോക്കേണ്ടത്. സിയും ബിയും ഒരുമിച്ച് വരാൻ പാടില്ല. നമുക്ക് ഈ BCJ അതുപോലെ തന്നെ എഴുതാം. സിയും ബിയും ഒരുമിച്ചുണ്ടോ? ഇല്ല. ഇനി CJG എന്നുള്ളത് എഴുതാം, അതേപോലെ തന്നെ JPG എന്നുള്ളതും എഴുതാം. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇതിപ്പോൾ 3ഉം ഒരേ സ്ട്രെങ്ത് ആയതുകൊണ്ട് നമ്മൾ MFSലോട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ആളാണ് ആര്? PG എന്ന് പറയുന്നത്. PG നോക്കാൻ നേരത്ത് നമുക്ക് പിയും ജിയും ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പോൾ ഈ സെറ്റ് അതുപോലെ തന്നെ MFCSൽ എഴുതാം. പിയും ജിയും ഒരുമിച്ച് വരാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ താഴോട്ടെടുത്ത് എഴുതാം. ഇനി ഇവിടെ നോക്കാനാണെങ്കിൽ ആരാണ്? JPG എന്നുള്ളതല്ലേ, അതിൽ പിയും ജിയും ഒരുമിച്ച് വരാൻ പാടില്ല അല്ലേ. അപ്പോൾ നമുക്ക് PJ എന്നുള്ളത് എഴുതാം. അപ്പം ഇവിടെ നോക്കാനാണെങ്കിൽ JPG എന്നാണ്, അതിൽ പിയും ജിയും ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പം ഞാൻ PJ എഴുതി. അതിന് പകരം നമ്മളിപ്പോൾ JG എന്താണ് എഴുതാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ JG, അതുകൊണ്ടാണ് അവിടെ എഴുതാതിരുന്നത് കേട്ടോ. ഇനി MFSലോട്ട് അപ്പോൾ എന്താണ് വരുന്നത്? ഓൾറെഡി PCJ ഉണ്ട്. ഇനി ഇവിടെ ചെറുതായിട്ടുള്ള ആരാണ്? PJ ആണ്. ആ PJ കൂടെ നമ്മുടെ ലാസ്റ്റത്തെ ഔട്ട്പുട്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പിൻസർ സെർച്ച് അൽഗോരിതം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് MFCSൽ ഉറപ്പായിട്ടും ഈ BCJ ഉണ്ടാവും. അതേപോലെ തന്നെ MFSലും ഈ BCJ വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ അൽഗോരിതത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഹിയർ ദ അൽഗോരിതം സ്റ്റോപ്സ് വെൻ നോ കാൻഡിഡേറ്റ്സ് റിമെയിൻ. ഒരു കാൻഡിഡേറ്റ്സും അവസാനം ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ അൽഗോരിതം സ്റ്റോപ്പ് ആവുന്നത്. ദെൻ സപ്പോർട്ട് ഈസ് കാൽക്കുലേറ്റഡ്. സപ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്യും, അതേപോലെ തന്നെ അസോസിയേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു യൂസിങ് മിനിമം കോൺഫിഡൻസ്. ഇത്രയാണ് നമ്മുടെ പിൻസർ സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിളാണ്. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. അതായത് ഇത് ക്വസ്റ്റ്യൻ തന്നിട്ട് ചെയ്യാനൊന്നും പിൻസർ സെർച്ച് ചോദിക്കത്തില്ല. പിൻസർ സെർച്ച് എന്താണെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ പഠിച്ചുകൊണ്ട് പോയിട്ട് ഇത് തന്നെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഫുൾ മാർക്സ് ഉറപ്പായിട്ടും കിട്ടും.